എന്താ അമ്മ ചെയ്യുന്ന? ഞാൻ ഇവിടെ കണ്ണനെ കുറേ നാളോട്ട് വിചാരിക്കണം, ഇച്ചിരി ഒന്ന് അടിപൊളിയൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഞാനിത് മാറ്റട്ടെ. ഇതാണ് അമ്മയുടെ കണ്ണൻ, ഇത് അമ്മയുടെ ഗണപതി. ഇവിടെ ഇരിക്കണതിന് കുഴപ്പമില്ല, പേര് എവിടെ ഇരുന്നോട്ട് കുഴപ്പമില്ല. പേര് കൂടെ തന്നെ ഉള്ളതല്ലേ. അപ്പം ഇത് ഞാൻ നോക്കട്ടെ, മാലയൊക്കെ ഇനി എടുക്കാം. ഇവിടെ എവിടെയോ ഒക്കെ ചെറിയ ഒരുപാട് വർഷം ആയില്ലേ ഗുരുവായൂർ നമ്മളവിടെ കൂടിയിട്ട്. അപ്പോൾ ഇത് നല്ല പഴക്കമുണ്ട് അല്ലേ? 30 വർഷമായി ഗുരുവായൂരിൽ നിന്ന് വന്നത്, എൻ്റെ കൂടെ കൂടിയത് കണ്ണനും ഗണേശനും. അപ്പോൾ നമുക്കൊരു ഒരിച്ചിരി ഈ ക്ലേ വച്ചിട്ട് ഇന്നൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കും. ചെയ്യണോ എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത്രയും വർഷമൊക്കെ ആയിരിക്കും നോക്കട്ടെ. അപ്പോൾ നമുക്കായാലും എന്തെങ്കിലും ചെറിയ ഇതൊക്കെ വന്നാൽ നമ്മൾ ചെയ്യണ്ടേ, അതുപോലെ ചെയ്യല്ലേ. അപ്പം നമ്മൾ എന്നും ഇതിവിടെ വെച്ച് വിളക്ക് കൊളുത്തണല്ലേ. അപ്പം നമുക്ക് അത് ഒരു ദിവസം പോലും അത് മാറ്റി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്കതിന് സമയം കിട്ടണില്ല അത് ചെയ്യാൻ. ചെറുതായിട്ടൊന്ന് ഇതിങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നുമില്ല. ഈ 30 വർഷമായിട്ട് കാരണം വേറെ പ്രശ്നമൊന്നും, നമ്മളെത്രയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വീടുകൾ മാറിയൊക്കെ ചെയ്ത് എവിടെ പോയാലും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ചെയ്ത് കൊടുക്കും. അവിടെ ഇവിടെയൊക്കെ ചെറിയ വെക്ക് അതൊക്കെ ചെയ്യാനൊക്കെ സന്തോഷമാണ്. കാര്യമായിട്ട് നിൽക്കുകയാണ്. എനിക്കൊന്ന് ഗുരുവായൂർക്ക് പോകണം. പറയാതെ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കണം. കൂടിയതാണ്. നമുക്കെല്ലാം സമർപ്പിച്ചേക്കണതും കണ്ണനിലും ഗണേശനിലുമാണ്. അവർ പറയണത് കേൾക്കുന്നു, അവർ പറയണതേ സംഭവിക്കൂ. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും. അപ്പം അതങ്ങനെ. ഈ കണ്ണൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള, ഇങ്ങനെ നമ്മൾ എവിടെ നിന്നാലും നമ്മളെ നോക്കുന്നതായിട്ടും തോന്നും. പിന്നെ അമ്മൂമ്മ ഓർമ്മയുണ്ട്, അമ്മൂമ്മ കൊണ്ട് പറയും ചിരി ഉള്ള ഒരു പ്രത്യേക ചിരിയാണ് കണ്ണന്. അതായത് ഈ 3 ഡൈമെൻഷൻ എഫക്റ്റ്, സാധാരണ 3D പെയിൻറ്റിങ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഫ്രാങ്ക് ബ്രൂക്സിൻ്റെ ഒക്കെ 3D പെയിൻറ്റിങ് കണ്ടിട്ടില്ലേ? നീലാടി വിത്ത് ഫാൻ, ശ്രീചിത്ര ആർട്ട് ഗാലറിയിൽ ഇരിക്കണേ, കണ്ടിട്ടില്ലേ? പല റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങുകളിലും 3D തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പം ആ 3D എഫക്റ്റ് മിക്ക ശില്പങ്ങളിലും ഉണ്ട്. അപ്പം ഈ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അതുപോലെയാണ്. അതാണ് അത്. അമ്മ ഇവിടെ അതിൻ്റെ അവിടെ ഒരു നേരത്തെ നമ്മളുള്ള വീട്ടിൽ എൻ്റെ ഇത് വച്ചിരുന്നതിന് ഇപ്പം ഒരു കട്ടിലിട്ടിരുന്നത്, അതിലമ്മ ഇങ്ങനെ കിടന്നിട്ട് നോക്കുമ്പോൾ അമ്മ പറയും, അയ്യോ ഇത് എന്നെ നോക്കി ചിരിക്കുകയെന്നല്ലോ എന്ന് പറയും. വേറൊരാൾ ഇടുന്ന അവരെ നോക്കി ചിരിക്കുന്നു, അവർ നമ്മൾ വേറൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മൾ നോക്കി ചിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ മനസ്സിൻ്റെയാണ്, നമ്മളെ വിശ്വാസത്തിൻ്റെയാണ്, നമ്മളെ ഭക്തിയുടെയാണ്, നമ്മളെ ഡെപ്തിൻ്റെയാണ്. ശരിക്കും നമുക്ക് കണ്ണനോടും ഗണേശനോടും എല്ലാം ഉള്ള നമ്മുടെ വാത്സല്യമാണ്, സ്നേഹവും വാത്സല്യമാണ്. അതിൻ്റെ ഒരു അമ്മ സങ്കല്പമാണ്, അമ്മയാണത്. ആ ഒരു ഇതിലാണ് അമ്മമാർക്ക് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ശരിക്കും നമുക്ക് അതിലേക്ക് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ഒരു സങ്കടങ്ങളോ വേദനകളോ ഇതെല്ലാം ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുള്ളൂ. എനിക്കും ഒരു ബ്രദർലി എഫക്റ്റ് ആണുള്ളത്. ഞാൻ കുഞ്ഞിലെ വളർന്നത് ഫുൾ, ഞാൻ സിംഗിൾ ചൈൽഡാണ്. അപ്പം ഞാൻ വീട്ടിൻ്റെ അകത്ത് കളിക്കുന്നത് ഫുള്ള് ഈ കണ്ണനുമായിട്ടാണ്.
ഇങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊടുക്കും. അത് എല്ലാ വിഷുവിനും നീ എല്ലാം കുളിപ്പിക്കണത്. എല്ലാ വിഷുവിന് ഞാൻ കുളിപ്പിച്ച് ഇങ്ങനെ എടുത്തോണ്ട് പോയി കുളിപ്പിച്ച് ഒരുക്കി എന്താണ് അതിൻ്റെ ഓയിൽ പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് ഫുള്ള് അടിച്ച് ഇങ്ങനെ സുന്ദരനാക്കും ഞാൻ. ഇത് ഗുരുവായൂർ വെച്ച് കണ്ടുമുട്ടിയതിനും ഒക്കെ കഥയുണ്ട്. അത് ഇങ്ങനെ തിരഞ്ഞ് പോയി. എനിക്കിങ്ങനെ എനിക്ക് എൻ്റെ കണ്ണൻ എന്നോടൊപ്പം വരണം എന്നുള്ളതിൽ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡും കൂടെ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നത് കിട്ടി. ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവിടെ. ഇത് പല വെർഷനും എല്ലായിടത്തും ഉണ്ട്. നമുക്ക് സ്വന്തമാക്കാൻ തോന്നുന്നത് അങ്ങനെ. കണ്ണനെന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരുടെയാണ്, എല്ലാ സഹോദരങ്ങളുടെയാണ്, എല്ലാവരുടെയാണ്. അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ ഭാവത്തിലും സ്നേഹത്തിലും ഇഷ്ടത്തിലും സ്വന്തമാകുന്നതാണ്. നമുക്ക് കാര്യം പറയാനും നമുക്ക് കഥ പറയാനും നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ഇതും ഉപദേശിക്കാനും പറയാനും ഒക്കെ. ടച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത്രയും വർഷമായെങ്കിലും നമ്മൾ അത്രയും കെയറൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ ഇതിൻ്റെ കെയറാണ്. കണ്ണനുള്ള കെയർ മനസ്സിലാണ്, ഹൃദയത്തിലാണ്, വാത്സല്യത്തിലാണ്, സ്നേഹത്തിലാണ്. അല്ലാതെ എന്ത് കെയറാണ് കൊടുത്തേക്കുന്നത് അവന്? നമ്മളോടൊപ്പം ഇവിടെ കഴിയും. നമ്മളെവിടെ പോകുന്നു അവിടെല്ലാം കൊണ്ടുപോകുന്നു. ഞാൻ എവിടോട്ട് പോകുന്നു അവിടെല്ലാം കണ്ണനെയും ഗണേശനെയും കൊണ്ടുപോകുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ ഈ കണ്ണനും ഗണേശനും നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. എന്നിലും ഉണ്ട്, നിന്നിലും ഉണ്ട്, ഈ കാണുന്ന എല്ലാ ഇതിലും ഉണ്ട്, എല്ലാ സമൂഹത്തിലും ഉണ്ട്. അവർക്ക് മറ്റൊന്നുമില്ല, ജാതി മതം സമുദായം ഇതൊന്നുമില്ല. ഭഗവാൻ എല്ലാത്തിലും ഉള്ളത് തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെ പല പേരിട്ട് വിളിക്കണമെന്നേ ഉള്ളൂ. ഇത് എൻ്റെ കുട്ടികൾ, അതെൻ്റെ കണ്ണന് കണ്ടത്. ഇതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും സ്നേഹിക്കുന്നതും എടുക്കൽ. ഇപ്പം നമ്മൾ മാതാവും പിതാവുമായിട്ട് കാണുന്ന ആരെയാണ്? പരമശിവനെയും പാർവതി മാതാവിനെയും അല്ലേ? നമ്മുടെ മാതാവും പരമപിതാവും മാതാവുമാണ്. കാരണം എന്താണ്? അതാണ് എല്ലാ ഇതും ചെന്ന് അടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാൽ ഗണേശൻ ആരാണ്? ഏറ്റവും ഒന്നാമത് പൂജിക്കാറുണ്ടവരാണ്. പക്ഷെ ഉമാമഹേശ്വര പുത്രനാണ്. പക്ഷെ ഒന്നാം സ്ഥാനത്തുമാണ്. എല്ലാവർക്കും യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭഗവാനും എല്ലാവർക്കും സ്നേഹമാണ്. എല്ലാവരുടെയും ഭാവം. അവർ അനീതിക്കെതിരെ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൻ്റെ ഭക്തനോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമ വേദന സങ്കടം ഉണ്ടാകുമ്പോൾ അവർ പല രൂപത്തിലും പല ഭാവത്തിലും ഇറങ്ങും. അത് തന്നെയല്ലേ മനുഷ്യനും ചെയ്യുന്നത്. യഥാർത്ഥ മനുഷ്യനും അതാണ്. ഒരു ദേവി ഭദ്രകാളിയാവുന്നെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരമ്മ ഭദ്രകാളിയാവുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? സ്വന്തം കുഞ്ഞിനെ തൊട്ട് കഴിയുമ്പോഴാണ്. അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹിക്കുന്ന നിഷ്കളങ്കനായ ഭർത്താവിനെ അരൽ തൊടുമ്പോഴാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയിൽ തന്നെയല്ലേ ഭദ്രകാളിയുള്ളത്, അമ്മയുള്ളത്. എല്ലാം നല്ല ഭാവങ്ങളാണ്. നമ്മൾ സ്നേഹിക്കുകയേ വേണ്ടു. അവരെല്ലാം തരും. പിന്നെ ദുഃഖം വരുമ്പോൾ നമ്മൾ വ്യാപിച്ചോ വിഷമിച്ചിട്ടോ കാര്യമില്ല. അതും അവരറിഞ്ഞിട്ട് തന്നെയാണ് തരുന്നത്. നമുക്കിവിടെ കിട്ടുന്ന ജന്മം നമ്മൾ പൂർത്തിയാക്കി നമ്മളെ വേഷം അഴിച്ചു വെച്ച് തിരിച്ചു പോവുക. അത് കഴിഞ്ഞൂടെ ഒന്നുമില്ല, ആർക്കും ഒന്നും ചെയ്യാനില്ല. കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മം നിങ്ങൾ ശരിയായി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ കർമ്മം ചെയ്യുക, അപ്പോൾ കർമ്മം തിരിച്ചു പോവുക. ഞാൻ ഇതെല്ലാം കഴിഞ്ഞു വന്നു നോക്കിക്കോട്ടെ. കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ തേച്ചിട്ട് അത് ഉണങ്ങിയിട്ട് ഇവിടെ വേണം അടുത്ത കോട്ട്. അമ്മ ഇവിടെ ഈ കാലിൻ്റെ സൈഡിൽ താഴെ ഇപ്പുറത്തെ വശത്ത് ഇവിടെ അല്ലേ? ഇതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, ഇത് അതാ പെഡസ്റ്റൽ പീഠമാണ്. അത് നമുക്ക് വേറെ കട്ടിക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഭഗവാൻ ഇത് ചെയ്യുമ്പോൾ അതിനൊരു കണക്കുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഘനത്തിനനുസരിച്ചല്ലേ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റൂ. ഇതല്ലേ തിലകൻ വരുന്ന സിനിമ പറഞ്ഞതറിയാല്ലേ? എന്താണ് ശിലയായാലും പ്രതിമയായാലും
ഇമ്പമായാലും അത് പൂജയും അത് നെടുങ്കണ്ടത്ത് എത്തിക്കഴിയുമ്പോൾ ദേവന് ദേവിയായി മാറിക്കഴിയുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, നമ്മളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ അപ്പോൾ പറയുന്ന ബൊമ്മയാണ് ശരിയാണ്, അങ്ങനെയല്ല. അത് അവിടെ എത്തേണ്ടടുത്ത് എത്തുകയും ഇപ്പോൾ 30 വർഷമായിട്ട് നമ്മൾ ആചരിക്കുകയും കൊളുത്തിയും നമ്മൾ കാര്യം പറയും, നമ്മൾ സങ്കടം പറയും, ദുഃഖം പറയും, എല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോയി. അപ്പം നമുക്ക് നമ്മളോട് ഭഗവാൻ ചിരിക്കുകയാണെന്ന്. നമ്മളോട് ഭഗവാൻ സമയത്ത് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ സമാധാനമായിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനിപ്പിക്കാൻ നമുക്കുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൃദയവിശാലം, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അമ്മ ഫുള്ള് ഏകദേശമൊക്കെ ചെയ്തു അല്ലേ? ഞാൻ ഒരു ഫൈനൽ ടച്ച് നടത്തിയാണ് കേട്ടോ, മതി. ഇപ്പം തക്കാലത്തേക്ക് നമുക്കിത് നിർത്താം. ഇതൊന്നും നല്ല ഇതായിട്ട് ഒന്നും കൂടെ വിശാലമായിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം ഞാൻ തക്കാലം കണ്ട ഈ ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ച് നിർത്തുകയാണേ കേട്ടോ. ഇപ്പം തക്കാലത്തേക്ക് നമുക്ക് പിന്നെ നമുക്കത് വിശാലമായിട്ട് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ എത്ര ചെയ്താലും നമുക്ക് മതി വരില്ല, നമ്മളെ കണ്ണനല്ലേ, എത്ര ഒരിക്കലും നമുക്ക് മതിയാവില്ല. എന്തായാലും ഇപ്പം ഇവിടെ നിർത്താം തക്കാലത്തേക്ക്. ശരി.